ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 60 വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നിരുന്നതാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിലവിൽ അതിൻ്റെ ഒരു ലൈൻ ഫ്യൂസ് പോയായിരുന്നാണ് മെയിനായിട്ടുള്ള കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ ആ കംപ്ലയിൻറ്റിൻ്റെ പ്രകാരം നമ്മൾ ഫ്യൂസ് മാറ്റിയിട്ടപ്പോൾ ഫ്യൂസ് നിൽക്കുന്നുണ്ടായില്ല, അടിച്ചു പോകാറുന്നു. അതുപോലെ തന്നെ ഈ സെൽഫിൻ്റെ ഈ റിലേ യൂണിറ്റും കംപ്ലയിൻ്റ് ആയിരുന്നു. അത് വെറുതെ കിടന്ന് ഒരു വൈബ്രേഷൻ സൗണ്ടോട് കൂടിയിട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളത് റിലേ മാറ്റിയിട്ടിട്ടുണ്ട്, ഫ്യൂസും മാറ്റി. ഫ്യൂസ് 1-2 അടിച്ചു പോയി. നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ഫ്യൂസ് ഇട്ടുകൊണ്ട് ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു 2-3 ഫ്യൂസ് ഇപ്പോൾ നിലവിൽ പോയതിന് ശേഷമാണ് സംഭവം റെഡി ആയിരിക്കണം കേട്ടോ. എന്നാൽ പ്രത്യക്ഷത്തിൽ വേറെ ഷോർട്ടിങ്ങോ അങ്ങനെ കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ നമുക്ക് മൊത്തം ബോഡി നമ്മൾ അഴിച്ചു നോക്കി പറയത്തക്ക ഒരു കംപ്ലയിൻറ്റ് കാണുന്നുണ്ടായില്ല. പിന്നെ മെയിനായിട്ട് നമുക്ക് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു ആ കോൺടാക്റ്റുകളിലൊക്കെ. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് അതിന് വേണ്ട, അതായത് കോൺടാക്റ്റ് ക്ലീനർ അടിച്ച് നമ്മൾ ആ ജോയിൻറ്റുകളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ട് ചെയ്തേക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെയും അത്യാവശ്യം വെള്ളത്തിൻ്റേതായിട്ടുള്ള പ്രസൻസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ വരുന്ന കോൺടാക്റ്റിലും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഓടിച്ചു നോക്കി, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഫ്യൂസുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് വേറെ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. ഇനിയും അത് പെട്ടെന്ന് റിപ്പീറ്റ് അതേപോലെ തന്നെ കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഓരോ കമ്പോണൻറ്റ് ഈ സെയിം പറഞ്ഞാൽ ഫ്യൂസ് പോകാന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന ECU യൂണിറ്റ് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ വരും. അതേപോലെ ഫ്യൂൽ പമ്പ് കംപ്ലയിൻറ്റ് ഷോർട്ട് ഉണ്ടെങ്കിൽ വരും, ECU ഷോർട്ട് ഉണ്ടെങ്കിൽ വരും. അപ്പോൾ അത് നമ്മൾ വീണ്ടും അങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് സ്കാൻ ചെയ്ത് ചെക്ക് ചെയ്തൊക്കെ നോക്കേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് മെയിൻ ഷോറൂമിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ കംപ്ലയിൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ഇതേ കംപ്ലയിൻറ്റ് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ആലുവയിലോ അല്ലെങ്കിൽ കാലടിയിൽ അങ്ങനെ കൊടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. അങ്ങനെ വെച്ച് ചെക്ക് ചെയ്യാനേ പറ്റുള്ളൂ. ഓൾറെഡി നമ്മുടെ കയ്യിൽ ഐറ്റം അവൈലബിൾ അല്ല. എന്നാൽ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നിലവിൽ കംപ്ലയിൻറ്റ് ഇല്ല. നമ്മൾ കുറേ ഓടിച്ചു നോക്കി, അതിന് ശേഷം യാതൊരു കംപ്ലയിൻറ്റ് കാണിച്ചിട്ടില്ല. കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ ചെയ്യുന്ന ദിവസം പറഞ്ഞേ. അപ്പോൾ അത് നോക്കിയിട്ട് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം നമുക്കത് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ബാക്കിയത്തെ ഞാൻ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബോഡി ഒന്ന് കയറ്റി കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യാം നമുക്ക്. ഓക്കെ.